ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കുക. കഥയ്ക്കധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് സൗമ്യ എന്ന സ്ത്രീയുടെ ഒരു റെയിൽവേ അനുഭവങ്ങളുടെ, അതായത് ട്രെയിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അനുഭവത്തിൻ്റെയൊക്കെ സ്റ്റോറിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിനി പറയാൻ പോകുന്നത് സൗമ്യയുടെ ശബ്ദത്തിൽ തന്നെയാണ് കേട്ടോ. അന്നത്തെ ദിവസം നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. മുറിയുടെ ജനാലയിൽ നിന്ന് നോക്കുമ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഭർത്താവാണെന്നുണ്ടെങ്കിൽ മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നു. എനിക്കിന്ന് വീട്ടിലേക്ക് പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അതിയാനോട് പറയുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പൊ പറഞ്ഞപ്പോൾ ഉണ്ട്, നീ വേണമെങ്കിൽ പോയിട്ട് വാ, ഞാനും കൂടെ എന്തിനാ വരുന്നത്, നിനക്ക് വേണമെങ്കിൽ പൊക്കോട്ട് വന്നൂടെ എന്നൊക്കെ അയാൾ പറഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാലും ഞാനൊരു കാര്യം ചെയ്തു. എനിക്ക് തന്നെ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ ഒരു മഴയത്ത് ആ ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഞാൻ ഇടാറില്ല ഇപ്പം. ഈ അലന്ന ചുരിദാറും സാരിയും എല്ലായിടത്തും മാറ്റി. ഇപ്പോൾ കല്യാണം കഴിച്ചു വിട്ടു എന്ന് വിചാരിച്ച് എനിക്ക് പഴയ ഒരു മോഡേൺ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇടാൻ ആരുടെയും അനുവാദമൊന്നും വേണ്ടല്ലോ. പിന്നെ എൻ്റെ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്നതൊന്നും അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇപ്പം വർക്ക് ചെയ്യുന്നതും കോളേജിൽ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ എനിക്കും കൊതി തോന്നാറുണ്ട്, അതേ കണക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണമെന്ന്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, അതുപോലെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുള്ള ഒരു മുട്ടിന് താഴെ വരെ നിൽക്കുന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണുമ്പോൾ ഒരു റെഡ് കളറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വെളുത്ത നിറമായതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ണാടി നോക്കി തന്നെ പറഞ്ഞു, നീ ഒരു സുന്ദരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. കട്ടിലിൽ ഉറങ്ങി വീഴാനായ ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലോട്ട് പോകട്ടോ, പിന്നെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, എടുത്ത് കഴിക്കണം, മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അമ്മായിമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് തീരെ ഇഷ്ടമല്ല. എന്താ ഇങ്ങനെയുള്ള ഡ്രസ്സിനും കാര്യങ്ങളും കുഴപ്പം, എല്ലാ പിള്ളേരും ഒക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള അത്യാവശ്യം കാശുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടല്ലേ പുറത്തോട്ട് ഇറങ്ങുന്നത്. പിന്നെ എനിക്ക് മാത്രം എന്താ ഇടാൻ ഇത്ര പ്രശ്നം? ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ചോദിച്ചു. മൂശാട്ടയായിരിക്കുന്ന അമ്മായിമ്മയുടെ മുഖത്തൂടെ ഞാനൊന്ന് കിറുക്കി കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുടയെടുത്തോണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ പിടിയില്ല. പിന്നെ ആകെയുള്ളൊരാശ്വാസം കുടയും പിടിച്ച് അങ്ങനെ നടന്നു പോകണമെന്ന് മാത്രമാണ്. ഇവിടെ നിന്ന് ഓട്ടോയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നു തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ആ ഒരു കുട ചെറുതായതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തെല്ലാം വെള്ളം വീഴുന്നുണ്ടായിരുന്നു. തലയിൽ മാത്രം വെള്ളം വീഴാതെ ഞാൻ അത് നന്നായി പിടിച്ച് മുന്നോട്ട് നടന്നു. എന്നാലും ദേഹത്തെല്ലാം വെള്ളം വീഴുന്നുണ്ടല്ലോ, ഞാൻ തന്നെ പറഞ്ഞു. ആ സമയത്തായിരുന്നു നല്ലൊരു കാറ്റടിച്ചത്. കാറ്റടിച്ച സമയത്ത് ആ കുടയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞുപോയി. അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. കുട തിരിഞ്ഞു മറിഞ്ഞു പോയ സമയത്ത് എൻ്റെ തലയും ശരീരവും എല്ലായിടത്തും വെള്ളം വീണു. നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം വീണു. ഞാൻ ഓടിപ്പോയി ആ ഒരു കുടയെടുത്ത് നേരെ പിടിച്ചു വെച്ചു. ശേഷം ഇനി എൻ്റെ പോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായ രീതിയിൽ തന്നെ നടന്നു. നല്ല സ്പീഡിൽ നടന്ന് ഒടുവിൽ റെയിൽവേ സ്റ്റേഷനെത്തി. പിന്നെ നനഞ്ഞു വലഞ്ഞു വന്നതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാനിരിക്കുന്ന ആ ഒരു മനുഷ്യൻ എന്നെ ഒന്ന് നോക്കി. അവിടെ മുഴുവൻ വെള്ളം വീഴുന്നുണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സിൽ നിന്ന് ഒലിച്ചും അങ്ങനെയെല്ലാം. അതൊരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ആ ഒരു സമയത്ത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വന്ന് നിൽക്കുന്നത്. ഞാൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ആ ഒരു കോണിപ്പടിയും കാര്യങ്ങളും എല്ലാം കയറി
രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയർഡായിരുന്നു. നല്ലപോലെ ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിയിലെല്ലാം വെള്ളം വീഴുന്നുണ്ടായിരുന്നു. കാരണം മഴയിൽ കുളിച്ചിട്ട് നിൽക്കുന്ന എനിക്ക് നല്ല രീതിയിൽ ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് ഞാനിങ്ങനെ കണ്ടത്. ആ ഒരു സമയത്ത് ഞാൻ ട്രെയിൻ ഇങ്ങനെ നോക്കി നിന്നു. അത് വരുന്ന സമയം ഒന്ന് നോക്കാലോ. അങ്ങനെ ട്രെയിൻ എത്തി. ഞാൻ അകത്തേക്ക് കയറിയതും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനൊരു മൂലയിലേക്ക് കയറിയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു സീറ്റിന്റെ പിന്നിൽ നിന്നും ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞെന്നെ എത്തി നോക്കുന്നത്. അവൻ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. അവൻ തിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു, ഇനി എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഭർത്താവിനെ അറിയാവുന്ന ആരെങ്കിലും ആണോ. ചിലപ്പോൾ എനിക്കങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. ചില ആളുകൾ എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എന്നെ നോക്കുന്നതായിരിക്കും. ഞാനൊരു സുന്ദരിയാണല്ലോ, അതുകൊണ്ട് തന്നെ എന്നെ നോക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ കുറേ സമയം കഴിയുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത് ഒന്നെങ്കിൽ ഭർത്താവിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയാലോ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കി കൈ കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇനി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ആ സമയത്ത് ഭർത്താവ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരെങ്കിലും കൈ കാണിക്കുന്ന സമയത്തോ ചിരിക്കുന്ന സമയത്തോ ആ ടൈമിൽ നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. നീ കൈ കാണിച്ചേക്കണം, അല്ലെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ചേക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അതും വിചാരിച്ച് അങ്ങനെ പുറത്ത് ആ ഒരു ടൈമിൽ ഒരു രാവിലെയാണെന്ന് പറയാം. ആ സമയത്ത് ഒരു പയ്യൻ ബൈക്കിൽ പോയതാണ്. ആൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞപ്പം ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയത്ത് ആളൊന്ന് കൈപൊക്കി കാണിച്ചു. ഞാനും അതേപോലെ തന്നെ കൈ കാണിച്ചു. ഞാൻ ആ സമയത്ത് വിചാരിച്ചു, ഇനി ചേട്ടനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ, ഭർത്താവിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് തെറ്റിപ്പോയി. അത് മറ്റാരും ആയിരുന്നില്ല, ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ചെക്കനായിരുന്നു. അത് എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ കൈ കാണിച്ചതാണ്. പിന്നീട് എല്ലാ ദിവസവും വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവനിങ്ങനെ കൈ കാണിക്കും. എന്തോ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ശല്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, നീ എന്തിനിങ്ങനെ കൈ കാണിക്കാൻ പോകുന്നത്, ആവശ്യമില്ലാത്ത. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ കൈ കാണിച്ചാൽ മതിയെന്ന്. അപ്പം തന്നെ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങളെ അറിയാവുന്ന ആളും എങ്ങനെ ഞാൻ അറിയാനാ, ഞാൻ എങ്ങനെ മനസ്സിലാക്കും, എന്താണ് അയാളുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ അറിയാവുന്ന മനുഷ്യനാണെന്ന്, നിങ്ങളെ അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയാൾക്ക് കൈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. ചിലപ്പോൾ ഈ നിൽക്കുന്ന ചെക്കനും ആ ട്രെയിനിലിരുന്ന് നോക്കുന്ന ചെക്കനും എല്ലാം അതുപോലെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ആ ഒരു നിമിഷം പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു ചെക്കൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനൊന്ന് ചിരിച്ചു. ആ സമയത്ത് ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ ഇവിടെ സീറ്റുണ്ട്, ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മുഴുവൻ നല്ല വെറ്റായിരുന്നു, അതായത് നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സൈഡിൽ മാറി നിൽക്കുകയായിരുന്നു. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി ചെല്ലാൻ ആ ഒരു ആൾക്കാരെ തൊടാതെയും പിടിക്കാതെയൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോവാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തന്നെ തോന്നി. ആ ഒരു സമയത്തും ആ ഒരു പയ്യൻ അവിടെ ഇരുന്ന് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, വാ ഇവിടെ ഇരിക്കുക, ഇവിടെ നല്ല സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇരിക്കാനുള്ള ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടെ അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് ആ ചെക്കൻ പറഞ്ഞു, നേരത്തെ ഞാൻ വിളിച്ചതല്ലേ, എന്താ വന്നാല് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, ഇരിക്കാനൊക്കെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു, എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ, അതോ ഹസ്ബൻഡിനെ അറിയാവുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെ ഒരു പൊട്ടത്തരത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം പെട്ടെന്ന് ആ ചെക്കൻ പറഞ്ഞു, എനിക്കറിയത്തൊന്നുമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോ മനുഷ്യരെ പരിചയപ്പെടുന്നത്. അപ്പം എനിക്ക് ദേഷ്യം വന്നു, എന്തിനാണ് ഇവൻ ചുമ്മാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തത് എന്നൊക്കെ. അവനും മറ്റേ ആ ചെക്കനെ പോലെ
ഒരു മോശപ്പെട്ട ചെക്കനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ചേട്ടാ, ഇനി ഇവനും എനിക്കൊരു ശല്യമായിട്ട് മാറുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇച്ചിരി ദൂരത്തേക്ക് പോവുക, ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റ് അമ്മാവന്മാരൊക്കെ വന്നിരുന്നാൽ ഭയങ്കര ശല്യമാണ്, സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് നിങ്ങളെ ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിളിച്ചത്. ബുദ്ധിമുട്ടായെങ്കിൽ സോറി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും എങ്ങനെയാ പെരുമാറുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ, ഓരോ മനുഷ്യർക്കും ഓരോ ആറ്റിറ്റ്യൂഡല്ലേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടത് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോയി. ഓരോ കാര്യങ്ങളും അവനെൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞതാണോ, പിന്നെ കുട്ടികളൊക്കെ ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എവിടെ പോകുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ചെക്കൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും മറുപടി പറഞ്ഞു. എൻ്റെ കാര്യങ്ങളും എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അവൻ്റെ കാര്യങ്ങളും ഞാൻ ചോദിക്കാൻ പറഞ്ഞില്ല. അവനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ പഠിക്കാൻ പോകുന്നൊരു ചെക്കനായിരുന്നു. ചില പിള്ളേർ അങ്ങനെയുണ്ടല്ലോ, ഇപ്പം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പഠിക്കാൻ പോകുന്ന പിള്ളേർ, അവർക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല പിള്ളേരാണ് എന്നൊക്കെ ഞാൻ മനസ്സ് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കാതെ നടക്കുന്ന ഇഷ്ടമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ, എല്ലാവർക്കും കല്യാണം കഴിക്കുന്നതും ഒരു കുടുംബമാവുന്നൊക്കെയല്ലേ അങ്ങനെയുള്ളത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ചെക്കൻ പറയാ, കല്യാണം കഴിച്ചാൽ ആ ഒരു ത്രില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു ത്രില്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് നല്ല ലൈഫ് കാര്യങ്ങളൊക്കെ. കല്യാണം കഴിക്കാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ അത് സൂപ്പറാണ്, അതൊക്കെ നമുക്ക് പിന്നെയും മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, അവൻ പറയുന്ന കാര്യങ്ങൾക്കും അതിലൊരു കാര്യമുണ്ട്, എന്തിനും ഒരു ഫ്രീഡം ഉണ്ട് അവന്. കല്യാണം കഴിക്കാൻ നടക്കുന്നത് ചില സമയത്ത് ഒരു ഫ്രീഡം ആണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും നന്നായിട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആലോചിച്ചു, ചേട്ടാ ഇവനെ ഡിസ്റ്റർബ് ഒന്നും ആവുന്നില്ലേന്ന്. അപ്പോൾ അവനിങ്ങനെ പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് മഴ നനഞ്ഞായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മഴ ഇങ്ങനെ നനഞ്ഞായിരുന്നു, കുട കയ്യിലുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നൊരു കാറ്റടിച്ചു, ആ സമയത്ത് നല്ല മഴ, അത് അന്നേരം കുടയില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ശരീരത്തൊക്കെ വീണു, ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മഴയും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, ചെറിയ മഴയും ചെറിയ ചൂടും അതൊക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഞാൻ അവൻ്റെ സംസാരം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല പെരുമാറ്റമുള്ള ഒരു ചിക്കൻ. എനിക്ക് അവൻ്റെ സംസാരം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പ്രണയം എന്തെങ്കിലും ഉണ്ടോ? കല്യാണം കഴിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പോൾ നിനക്ക് പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്കറിയാനൊരു ആകാംക്ഷ തോന്നി. ആർക്കായാലും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പം തന്നെ അവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രണയം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കിട്ടിയാൽ ഞാൻ പ്രണയിക്കും, അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയുള്ള പെൺപിള്ളേരെയാണ് എനിക്കിഷ്ടം, അങ്ങനെ എന്തെങ്കിലും സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, എനിക്കങ്ങനെ സങ്കല്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ അത്യാവശ്യം ഹൈറ്റ്, ഒരു മെച്യൂർഡായിട്ട് പെരുമാറണം, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കണം, പിന്നെ എന്നെക്കാൾ കുറച്ച് വയസ്സ് മൂത്തതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് 28 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവൻ തിരിച്ചും ചോദിച്ചു, തനിക്ക് എത്ര പ്രായമുണ്ടെന്ന്. അപ്പം ഞാനും പറഞ്ഞു, ഏകദേശം 32 വയസ്സെന്ന്. ആഹാ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ചെക്ക അടങ്ങിയിരിക്കുക കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അവനും എന്നെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ആ യാത്രയിൽ അടുത്ത സ്റ്റേഷനെത്തി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എവിടേക്ക് പോകുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ബാംഗ്ലൂർ വരെ പോവാം, ചെറിയ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവാം, പിന്നെ എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അതെല്ലാം
ഒരു മൗനത്തോടെ ഇരുന്ന് കേൾക്കുന്നവനെ കണ്ടപ്പോൾ എന്തോ ഒരു ഒരു നല്ല ലിസണമായിട്ട് എനിക്ക് തോന്നി അവനെ. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ സംസാരമെല്ലാം അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവനടുത്ത് പറഞ്ഞു, ഏതായാലും ഇപ്പം ട്രെയിനിലെ തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കല്ലേ, നമുക്ക് ആ ഒരു ബോഗിയിൽ ഒന്ന് പോയി നിന്നാലോ? ട്രെയിനിന് പോകുന്ന സമയത്ത് നിൽക്കാനൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞു. ആ ടൈമില് ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ ചെക്ക, ഇവിടെ അങ്ങനെ ഇരിക്കാൻ നോക്ക്, അതൊക്കെ മഴയൊക്കെ പെയ്തുണ്ട്, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല് അത്ര ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവനടുത്ത് പറഞ്ഞു, അതൊക്കെയല്ലേ ഒരു രസമുള്ള കാര്യങ്ങള്, ഒന്ന് വന്നു നോക്ക്, അടിപൊളിയാണ്, ഒന്ന് വന്ന് നിൽക്കി നോക്കും, അവിടെ പിന്നെ ഇണക്കുരുവികള് സംഘടിപ്പിക്കുന്ന സ്ഥലമാണ്, അതൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ നോക്കി. അവൻ എന്നെ ഒന്ന് നോക്കി പുഞ്ചിച്ചിട്ട് ജസ്റ്റ് കയ്യിലിങ്ങനെ കയറി പിടിച്ച് ഒന്ന് വലിച്ചു, വാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഞാനും എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാനും അവനും ആ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിന്നു. ഞാൻ നന്നായിട്ട് നനഞ്ഞതുകൊണ്ടും പിന്നെ ട്രെയിനിൻ്റെ ആ കാറ്റടിക്കുന്നത് കൊണ്ടും നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് കിടങ്ങുന്നുണ്ടോ, പനി വല്ലതും വരുമോ മാഷേ? ഞാൻ ചുമ്മാതെ വിളിച്ചെന്നേ ഉള്ളൂ, പിന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് പനിയൊന്നും ആക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒന്ന് പോടച്ചിക്ക, ഞാനങ്ങനെ പനി വരുന്ന ആളൊന്നുമല്ല, ഞങ്ങൾ നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാ, നീ ഒന്നും ഉണ്ടായിരുന്നേ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പം അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ട്രെയിനിൽ പോകുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പ്രകൃതി അറിയാം, പിന്നെ മഴയെ അറിയാം, പിന്നെ സംസാരം, ആ ഒരു ചൂട്, കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെയാണ്. പ്രകൃതിയുടെ ചില മാറ്റങ്ങളും എല്ലാം നമുക്കറിയാൻ പറ്റും. അതാണ് ആ ഒരു നിമിഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ട്രെയിനിലെ ഈ ഒരു ഡോറിൽ നിന്ന് അങ്ങനെ പ്രണയിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? അത് നമുക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവേയില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഒരു മനുഷ്യരുടെ ചൂട്, അത് ഈ മഴയും പിന്നെ ഈ ട്രെയിനും ഈ യാത്രയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഒരു ലൈഫ് നമ്മൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യും എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഒരുപാട് പക്വതയുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, നീ അത്യാവശ്യം മെച്യൂർഡായിട്ട് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാട്ടിലും ഏജിലല്ല ആളുടെ പക്വതയുടെ കാര്യങ്ങൾ. ഇപ്പോൾ നീ ഒരുപാട് മെച്യൂർഡാണ്. അപ്പോൾ നിനക്ക് ഒരു കുറ്റത്തുള്ള പെൺകുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്, അത്യാവശ്യം എന്നെ പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് പറയുമ്പോൾ അവൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എനിക്കും കുട്ടിത്തുള്ള പെൺകുട്ടികളെ തന്നെ ഇഷ്ടം, പിന്നെ അത്യാവശ്യം പക്വത വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാനസിക പക്വതയാണ്, അത് മനസ്സിലായല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പുറത്തേക്കൊന്ന് നോക്കി. അവിടെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഒരാളുടെ പ്രസൻസ് അതെത്രമാത്രം നമ്മളെ ഒരു ഫീൽ തരുമെന്ന് ആ നിമിഷം ഞാൻ അറിഞ്ഞു. ട്രെയിൻ കുറച്ചുകൂടി സ്പീഡിലേക്ക് പോയി. ആ സമയത്ത് തന്നെ മഴ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തൊഴിയാൻ തുടങ്ങി. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മഴയെല്ലാം വെള്ളവും എല്ലാം കൂടെ അകത്തേക്ക് അടിച്ചു കയറി. ഞാൻ ഓൾറെഡി മഴ നനഞ്ഞത് കൊണ്ട് തന്നെ ആ സമയത്ത് എനിക്കൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അവനെ അങ്ങനെയായിരുന്നില്ല. പെട്ടെന്ന് അവനും നനഞ്ഞ സമയത്ത് ഞാൻ അവനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈകൾ ഞാൻ പുറത്തേക്ക് ഉയർത്തി കുറച്ച് മഴത്തുള്ളികൾ എൻ്റെ കൈകളിലാക്കി അവൻ്റെ നേരെ കുടഞ്ഞു. ആ സമയത്ത് തന്നെ അയ്യേ അങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ആ കാട്ടിക്കൂട്ടലുകൾ കണ്ട സമയത്ത് എനിക്കൊരു ചിരി വന്നു. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും അവൻ്റെ ദേഹത്തേക്കും അവൻ്റെ മുഖത്തേക്കും ഞാൻ വെള്ളം കോരി കുടഞ്ഞു. ആ സമയത്ത് അവനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, കുട്ടിക്കാലത്ത് കുട്ടി പിള്ളേരുടെ കണക്കാണ് താനും ഇപ്പം അങ്ങനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരെ
ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ഞാൻ അവനെ നോക്കി. ശരിക്കും ചില യാത്രകൾ ചില മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. അന്നത്തെ സമയം എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് പുതിയ സ്റ്റോറിയായിട്ട് ഞാൻ വരാം. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പം ശരി എന്നാൽ.